അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കേരളത്തിൽ മുഹറം 10 നോമ്പ് തിങ്കളാഴ്ച നോറ്റവരുമുണ്ട്, ഞായറാഴ്ച നോറ്റവരുമുണ്ട്. ആര് നോറ്റ നോമ്പാണ് ശരിയെന്ന് പലരും കൺഫ്യൂസ്ഡാണ്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിൽ ഇതിനു മുമ്പും 2 ദിവസങ്ങളിലായിട്ട് പല നാടുകളിലും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ റമദാനിലെ നോമ്പ്, അതുപോലെ തന്നെ പെരുന്നാൾ, ഇതൊക്കെ ഒരേ നാട്ടിൽ 2 ദിവസങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ ജൂലൈ 6 ഞായറാഴ്ച മുഹറം 10 നോമ്പ് നോറ്റവരുണ്ട്. അതുപോലെ തന്നെ ജൂലൈ 7 തിങ്കളാഴ്ച മുഹറം 10 നോമ്പ് നോറ്റവരുമുണ്ട്. 2 കൂട്ടർ നോറ്റതും ശരിയാണ്. ഇപ്പോൾ തിങ്കളാഴ്ച മുഹറം 10 നോമ്പ് നോറ്റവരുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവരാണ്. അപ്പം മാപ്പ് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ അറബിക്കടലിനോട് ചാരിയിട്ടാണ് കേരളക്കാർ നിലകൊള്ളുന്നത്. അപ്പം പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ, അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും, പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ പടിഞ്ഞാറ് ഭാഗത്ത് മാസം കാണണമെന്ന് ഒരു വിഭാഗം പ്രബലരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മാസം കാണാത്തത് കൊണ്ട്, അന്ന് നല്ല മഴക്കാറുണ്ടായിരുന്നു, അന്ന് നമ്മൾ മാസം കാണാത്തത് കൊണ്ട് ജൂൺ 28 ശനിയാഴ്ചയാണ് മുഹറം 1 ഒരു വിഭാഗം പണ്ഡിതന്മാർ കേരളത്തിൽ മുഹറം 1 അംഗീകരിച്ചത്. ജൂലൈ 6 ഞായറാഴ്ച മുഹറം 10 നോമ്പ് നോറ്റവർ അവർ അടിസ്ഥാനമാക്കിയത് തെക്ക് ഭാഗത്ത് കണ്ടാലും മതി. അപ്പം തമിഴ്നാട്, മറ്റ് ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടലും ഒക്കെ ഉൾക്കൊള്ളുന്ന ഭാഗം, ആ ഭാഗത്ത് കണ്ടാൽ മതി, പടിഞ്ഞാറുകാർക്ക് അത് ബാധകമാണ് എന്ന് ഒരു വിഭാഗം പ്രബലരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പം തമിഴ്നാട്ടിൽ മാസം കണ്ടിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ജൂൺ 27 വെള്ളിയാഴ്ച മുഹറം 1 ഒരു വിഭാഗം ആളുകൾ അംഗീകരിച്ചത്. 2 വിഭാഗം ചെയ്തതും ശരിയാണ്, രണ്ടിലും ഒരു പ്രശ്നവുമില്ല. മുഹറം 10 നോമ്പ് ഞായറാഴ്ച നോറ്റതും തിങ്കളാഴ്ച നോറ്റതും 2 കൂട്ടരുടേതും ശരിയാണ്. പിന്നെ കൂലി കൊടുക്കുന്ന കാര്യം, അള്ളാഹു എങ്ങനെ കൂലി നിശ്ചയിക്കുമെന്ന്, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാര്യമാണ്. മുഹറം 10 നോമ്പ് ഞായറാഴ്ച നോറ്റവർക്കും തിങ്കളാഴ്ച നോറ്റവർക്കും കൂലി കൊടുക്കാൻ അള്ളാഹുവിന് സാധ്യമാകും. ഇതിൽ അനാവശ്യമായ ചർച്ചകളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.